ആദ്യം തന്നെ പറയാനുള്ളത് സ്വിഗ്ഗിൻ്റെ സ്ട്രൈക്കിനെ കുറിച്ചിട്ടാണ്. അതായത് കോഴിക്കോട് സ്വിഗ്ഗിയിൽ ഇപ്പോൾ 16-ാം തീയതി സ്ട്രൈക്ക് വരികയാണ്. അത് മാക്സിമം എല്ലാവരും വിജയിപ്പിക്കാൻ നോക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്ട്രൈക്ക് ഉണ്ടായിട്ടും നിങ്ങൾ യൂണിഫോം ഇടാണ്ടൊന്നും ഇറങ്ങാണ്ട് ഓർഡർ എടുക്കാൻ നിൽക്കരുത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറ്റപ്പരിയാണ് സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ ബാക്കിയുള്ളവർക്ക് ഇവിടെ നമ്മൾ സ്വിഗ്ഗി നമ്മളെന്ത് ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ചാരപ്പണി കളിക്കാൻ നിൽക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്നൈയിൽ ഉള്ള ടൈമിൽ അവിടെ സ്വിഗ്ഗിയിൽ ഓടിയിട്ടുണ്ട് പാർട്ട് ടൈം ആയിട്ട് തന്നെ, അവിടെ കമ്പനി വർക്ക് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അവിടെ സ്ട്രൈക്ക് ഉണ്ട് പറഞ്ഞിട്ട് എന്നാലും എന്ത് ചെയ്യും, ചിലവർ യൂണിഫോം ഇടാണ്ട് ഓർഡർ എടുക്കും, അവർക്ക് ഓർഡർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ ടൈമിൽ കേട്ടോ. ഇപ്പോൾ ഓരോടൊക്കെ പറയാനുള്ളത്, അങ്ങനെ കോഴിക്കോട് ഇവിടെ ചെയ്യുന്നവർ പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ഓർഡർ എടുക്കാൻ അന്നത്തെ ദിവസം മാത്രം ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ട് ഭയങ്കര നഷ്ടമായിരിക്കും. പ്രത്യേകിച്ച് പെട്രോൾ വണ്ടിയിലൊക്കെ ഓടുന്നവർക്ക് പിന്നെയും നഷ്ടമായിരിക്കും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, സ്ട്രൈക്കുകൾ വിജയിപ്പിക്കുക, ആരും ഇറങ്ങാൻ നിൽക്കരുത്. സ്ട്രൈക്കിൽ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് വരുന്നവരെ